എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആദരവായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് ഓർമ്മപ്പെടുത്തി തരുന്നത് നിസ്കാരത്തിൽ ഫാത്തിഹ ഓതുന്നതിനെ പറ്റി അല്ലാഹുവിൻ്റെ റസൂൽ ഒരുപാട് ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇഖ്ലാസോടുകൂടി ഈമാനോടുകൂടി ഒരു മനുഷ്യൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലരും പറയുന്ന ഒരു കാര്യമാണ്, ഉസ്താദേ, നിസ്കാരത്തിൽ നിൽക്കുമ്പോഴാണ് പല ചിന്തകളും അറിയാതെ മനസ്സിൻ്റെ ഉള്ളിൽ പൊട്ടി വരും. പല ആൾക്കാരും അത് പറയുന്ന ഒരു കാര്യമാണ്. അവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് പരിശുദ്ധമായ ഫാത്തിഹ. ഈ ഫാത്തിഹയുടെ ഓരോ അർത്ഥങ്ങളും മനസ്സിലാക്കി വെച്ചുകൊണ്ടൊരു മുഅ്മിൻ അല്ലാഹുവിനോട് ആരാധന ചെയ്താൽ, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചിന്തയും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കടന്നു വരപ്പെടുകയില്ല. പരിശുദ്ധമായ ഫാത്തിഹയുടെ അർത്ഥങ്ങൾ എന്ന് പറയുന്നത് അത്രത്തോളമുണ്ട്, അതിൻ്റെ മഹത്വങ്ങൾ എത്രത്തോളമുണ്ട്. പരിശുദ്ധമായ ഫാത്തിഹയ്ക്കും ഒരുപാട് മഹത്വമുണ്ട്. അതാണ് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിഹയെ പറ്റി പഠിപ്പിച്ചത്. ഉമ്മുൽ ഖുർആൻ, സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയപ്പെടുന്നതിൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആനിൻ്റെ മാതാവാണ്, ഉമ്മയാണ് എന്നാണ് അല്ലാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തി തന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ഒരു ദിവസം അല്ലാഹുവിൻ്റെ റസൂൽ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുമ്പോൾ ഒരു സ്വഹാബ ഓടി വന്നുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അല്ലാഹുവിൻ്റെ ഹബീബേ, അങ്ങെല്ലാം പഠിപ്പിക്കുന്നവനാണല്ലോ, അങ്ങയുടെ സഹാബാക്കൾക്കെല്ലാം പറഞ്ഞു കൊടുക്കുന്നവനാണല്ലോ നബിയേ. അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, അതെ, എന്താണ് നിനക്കറിയേണ്ടതെന്ന് ചോദിച്ചു. ഈ സഹാബത്തിനോട് അല്ലാഹുവിൻ്റെ റസൂല് ചോദിച്ചു, എന്താണ് നിനക്കറിയേണ്ടത്, എന്നിൽ നിന്ന് നിനക്ക് എന്താണ് വേണ്ടത്? അല്ലാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിൻ്റെ റസൂൽ ആ സഹാബത്തിനോട് ചോദിക്കുമ്പോൾ ആ സഹാബത്ത് അല്ലാഹുവിൻ്റെ റസൂലിനോട് പറയുന്നു, നബിയേ, ഖുർആനിൽ നിന്നും ഏറ്റവും കൂടുതൽ ശിഫ കിട്ടുന്ന, രോഗങ്ങൾക്ക് ശിഫ കിട്ടുന്ന, അസുഖങ്ങൾക്ക് ശിഫ കിട്ടുന്ന ഒരു സൂറത്ത് എന്ന് പറഞ്ഞു തരാമോ നബിയെ എന്ന് ചോദിച്ചു. അല്ലാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ ഓർമ്മപ്പെടുത്തുകയാണ്, ഏതസുഖത്തിനും ശമനമാണ് ഉമ്മ. ക്യാൻസർ ആയാലും മാറാരോഗങ്ങളായാലും എത്ര വലിയ വേദനകളായാലും നമ്പരങ്ങളായാലും ഇതൊരു പരിഹാരമാണ്. കാരണം എന്തേ ഇത് പറയാനുള്ള കാരണം എന്തേ? ഇതാരാണ് പഠിപ്പിച്ചതെന്ന് നമുക്കറിയാമല്ലോ. അല്ലാഹുവിൻ്റെ റസൂൽ ഈ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്ത സൂറത്ത് ഏതാണ്? സൂറത്തുൽ ഫാത്തിഹ. പരിശുദ്ധമായ ഖുർആനിന്റെ ഉമ്മ എന്നറിയപ്പെടുന്ന സൂറത്തുൽ ഫാത്തിഹയാണ് അല്ലാഹുവിൻ്റെ റസൂൽ ഈ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ട് ഏത് രോഗത്തിനും ശമനമാണ് സൂറത്തുൽ ഫാത്തിഹ. ആ ധൈര്യമായി നമുക്ക് സൂറത്തുൽ ഫാത്തിഹ എടുത്തു വെച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിഹ ജീവിതത്തിൽ പാരായണം ചെയ്യാൻ അല്ലാഹു തആല നമുക്ക് എവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാ ദിവസവും നമ്മൾ പാരായണം ചെയ്യുന്നവരാണ്. ഒരു പ്രത്യേകമായി അല്ലാഹു ഈ ഫാത്തിഹ എന്ന് പറയുന്ന പരിശുദ്ധമായ സൂറത്ത് നമുക്ക് എവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഖുർആനിന്റെ ഉമ്മ, ഖുർആനിന്റെ മാതാവ് എന്നറിയപ്പെടുന്ന സൂറത്ത്, ഈ സൂറത്തിനെ പറ്റി അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു കൊടുക്കുന്നതും നിസ്കാരത്തിൽ ഈ സൂറത്തിനെ ഓതൽ ഫർളാണ്. മഹാനായ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത് അങ്ങനെയാണ്. നിസ്കാരത്തിൽ ഫാത്തിഹയ്ക്ക് എന്തെങ്കിലും കോട്ടം വന്നാൽ അവന്റെ നിസ്കാരമേ ബാത്തിലായി പോയി. ഫാത്തിഹയ്ക്ക് നഷ്ടമായോ, നിസ്കാരവും പോയി. അല്ലാഹുവിൻ്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയത് അങ്ങനെയാ, ലാ സ്വലാത ലിമൻ ലം യഖറ ബിഫാത്തിഹത്തിൽ കിതാബ്. പരിശുദ്ധമായ ഫാത്തിഹ ഒരു മനുഷ്യൻ ഓതാതെ നമസ്കരിച്ചാൽ, എന്നിട്ടോ അവൻ ഓതുകയും ചെയ്തു, എന്നാൽ ആ ഫാത്തിഹയ്ക്ക് കോട്ടം വന്നു. പരിശുദ്ധമായ നിസ്കാരത്തിൽ അവൻ നിന്നുകൊണ്ട് ഫാത്തിഹ ഓതുകയാണ്, ആ ഫാത്തിഹയ്ക്ക് കോട്ടം സംഭവിക്കുകയാണ്. അതല്ല എങ്കിൽ അവൻ ഓതിയില്ല, ഫാത്തിഹ ഓതാതെ മനഃപൂർവ്വം കടന്നുപോയാൽ അവന്റെ നിസ്കാരം അവനില്ല എന്ന് ഇതാണ്
ഇതാണ് ഫാത്തിഹയുടെ ഒരു മഹത്വം എന്ന് പറയപ്പെടുന്നത്. മഹാനായ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചതും അങ്ങനെയാണ്. നിസ്കാരത്തിൽ ഫാത്തിഹ ഓതൽ ഫർളാണ്. ഈ ഫാത്തിഹ നിങ്ങൾ ശ്രദ്ധയോടുകൂടി ഓതണം. അതുകൊണ്ടാണ് ഓരോ പള്ളികളിലും ഖുർആൻ ഓതി പഠിച്ച ഹാഫിളീങ്ങളായ ആലിമീങ്ങളെ നിയമിക്കുന്നത് അതുകൊണ്ടാണ്. ഇനി നമുക്കല്ലാത്തവർക്ക് ഓതാൻ അറിയാം, നമുക്ക് ഓതാം, നിസ്കരിക്കാം. പക്ഷെ ഫാത്തിഹ ക്ലിയറായിരിക്കണം, എന്നാലേ നിസ്കാരം ശരിയാവുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നിസ്കാരങ്ങളെ മുഴുവനും അല്ലാഹു മാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയപ്പെടുന്നത് ഏത് രോഗത്തിനും അത് ശമനമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടോ ഒരു മനുഷ്യന് ഫാത്തിഹ ഓതുകയാണ് നിസ്കാരത്തിൽ, അല്ലെങ്കിൽ അല്ലാതെ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട്, അല്ലെങ്കിൽ അല്ലാതെ ഖുർആൻ എടുത്തു വെച്ച് നല്ല മനസ്സോടുകൂടി ഒരു മനുഷ്യന് ഫാത്തിഹ ഓതുകയാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ അവിടെ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഓ സഹാബ, ഒരു മനുഷ്യനതാ ഫാത്തിഹ ഓതുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പരിശുദ്ധമായ ഫാത്തിഹ ഓതിക്കൊണ്ട് കടന്നു വരികയാണ്. ഈ ഫാത്തിഹ എന്ന് പറയപ്പെടുന്നത് ഒരു പ്രാർത്ഥനയാണ്, പ്രാർത്ഥനയാണ്. ഫാത്തിഹ ഒരു പ്രാർത്ഥനയാണ്. നിസ്കാരത്തിൽ നമ്മൾ ഓതുമ്പോൾ ആ ഒരു ചിന്തയിൽ നല്ല ഇഖ്ലാസോടുകൂടി നമ്മൾ നിൽക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു മനസ്സ് അല്ലാഹു നമുക്ക് അവർക്ക് നൽകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ഒരുപാട് സമയമില്ല, അതുകൊണ്ട് ചുരുക്കുകയാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, പരിശുദ്ധമായ ഫാത്തിഹയുടെ ഈ ഭാഗം അങ്ങനെ കടന്നു വരപ്പെടുകയാണ്. സർവ്വലോക സംരക്ഷകനായ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും, സർവ്വലോക സംരക്ഷകനായ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. ഈ ആയത്ത് ഇങ്ങനെ കടന്നു വരുമ്പോ ഒരു മനുഷ്യൻ ഇഖ്ലാസോടുകൂടി ഈമാനോടുകൂടി ആയത്തിനെ ഓതുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുമത്രേ, അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുമത്രേ, ഹംദിനി അബ്ദി, ഹംദിനി അബ്ദി, മലക്കുകളെ, എന്റെ അടിമകൾ എന്നെ ഓർക്കുകയാണ്, എന്റെ അടിമ എന്നേതാ സ്തുതിച്ചിരിക്കുകയാണ്, എന്റെ അടിമയതാ എന്നതാ സ്തുതിച്ചിരിക്കുകയാണ്, എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്ന ഭാഗം നമ്മൾ ഓതുമ്പോൾ അല്ലാഹു തആല മലക്കുകളോട് പറയപ്പെടുന്ന നബിയുനാ നബി മുഹമ്മദ് മുസ്തഫ. ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമാണ്. അല്ലാഹു തആല നമ്മളെപ്പറ്റി മലക്കുകളോട് പറയുക എന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രിയമുള്ളവരെ, ഏറ്റവും വലിയ ഒരു അഭിമാനമാണ് നമുക്ക്. തീർന്നില്ല. അങ്ങനെ ഫാത്തിഹ ഓതിക്കൊണ്ടുവന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ, നിന്നെ മാത്രം ആരാധിക്കുകയും പടച്ചവനെ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു റബ്ബേ. ആ ഭാഗം അങ്ങനെ കടന്നു വരുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുമത്രേ, ഹാദാ ബൈനി വ ബൈന അബ്ദി വലിഅബ്ദി മാ സലാ. മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, മലക്കുകളോട് പറയുകയാണ്, ഓ മലക്കുകളെ, അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഭാഗമാണ്, മലക്കുകളെ, ഇത് എനിക്കും എൻ്റെ അടിമയും തമ്മിലുള്ള കരാറാണ് മലക്കുകളെ, ഇത് കരാറാണ്, ഒരു ഉടമ്പടിയാണ്. അല്ലാഹുവും തൻ്റെ അടിമയും തമ്മിലുള്ള ഒരു ഉടമ്പടിയാണ്. അവരെന്നോട് എന്ത് ആവശ്യപ്പെട്ടാലും, അവരെന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കും മലക്കുകളെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുമെന്ന് തീർന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മലക്കുകൾ ചോദിക്കുമത്രേ, എന്ത് ചോദിച്ചാലും കൊടുക്കുമോ അല്ലാഹു തആല പറഞ്ഞു, അതെ ഞാൻ കൊടുക്കുക. അവരെന്ത് വേണമെങ്കിലും ചോദിച്ചോട്ടെ. മാരകമായ രോഗങ്ങൾ അവരെ കുടുംബത്തിലുണ്ടോ, അവരെന്നോട്
അവരെന്നോട് ചോദിക്കും, ഞാനത് ശിഫ കൊടുക്കുന്നതാണ്. അവർക്ക് എന്തെങ്കിലും മനസ്സിന്റെ ഉള്ളിൽ പ്രയാസമുണ്ടോ, അവരെന്നോട് ചോദിക്കും, ഞാൻ അവർക്ക് ശിഫ കൊടുക്കുന്നതാണ്. അങ്ങനെയുള്ള എന്ത് കാര്യങ്ങൾ കടന്നു വന്നാലും അവരെന്നോട് ചോദിച്ചാൽ ഞാൻ കൊടുക്കുമേ. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നത്. നിസ്കാരത്തിന് ശേഷമുള്ള ദുആയ്ക്ക് വല്ലാത്ത ശ്രേഷ്ഠതയാണ്. നിസ്കാരത്തിന് ശേഷമുള്ള ദുആയ്ക്ക് വല്ലാത്ത ശ്രേഷ്ഠതയാണ്. അത് ഫാത്തിഹയുടെ പോരിശയുള്ളത് കൊണ്ടാണ്, ഫാത്തിഹയുടെ മഹത്വമുള്ളത് കൊണ്ടാണ് സ്വഹാബത്തിന് അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തത്. എന്ത് വേണമെങ്കിലും അല്ലാഹുവോട് നമുക്ക് ചോദിക്കാം, അല്ലാഹ് തരും, ഉത്തരം തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ അല്ലാഹു തആല നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. ആരാ പറഞ്ഞത്? മദീനാവിൻ താരകമേനൂറ് ഖൽബിലെ എഴുതിയ മദീൻ തിരുനൂറിൻ സല്ലല്ലാഹ് മദീന